ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ സാറിന് ആനന്ദം എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ടുപേരും ആദ്യമായിട്ടാണ് മഹാരാജസിലേക്ക് വരുന്നത്. അതൊരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. അവരെ നമ്മൾ കൊള്ളാൻ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് ആണ്. ഭയങ്കര എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസിൽ വന്നൊരു ഫിലിം ക്ലബ് കാരണം ചെയ്യാനും മാത്രമൊന്നും ഞാൻ യോഗ്യനല്ല. എനിക്ക് പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് മഹാരാജാസുകാരെ ഭയങ്കര അടുത്ത് പരിചയമുണ്ട്. എന്റെ ഒരുപാട് വളരെ ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാർ മഹാരാജാസ് എന്നുള്ളവരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതും പൊതുവായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഒരു ധാരണയാണ്, നമ്മൾ പ്രൊഫഷണലായിട്ട് സിനിമയിൽ ആളുകൾ ചെയ്യുന്ന ചില ആൾക്കാരെക്കാട്ടും കൂടുതൽ സിനിമയെ പറ്റി ധാരണ ഉള്ള ആൾക്കാർ മഹാരാജാസിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള പരിപാടികൾക്ക് ആശംസകൾ അറിയിക്കുക, അല്ലെങ്കിൽ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കിതിൽ ഒരു ഉദ്ഘാടന ചടങ്ങുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് ചടങ്ങായിട്ട് ട്രീറ്റ് ചെയ്യാതിരുന്നതും നന്നായി. ഒരുപാട് സന്തോഷം അതില്. ഈ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഉണ്ടാവുന്ന സിനിമകൾ, ഇവിടുന്ന് ഉണ്ടാവുന്ന നാടകങ്ങൾ എല്ലാം അറിയുന്നുണ്ട്, എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കേരളത്തിന് പുറത്താണ് ആക്ച്വലി കോളേജൊക്കെ ചെയ്തത്. മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ഏറ്റവും കൂടുതൽ സമയം പഠിച്ചത്. പിന്നെ അതായത് മുംബൈ ഡ്രാമ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെയൊക്കെ എനിക്ക് ഉണ്ടായ ഒരു സെൽഫ് ഡിസ്കവറിയുടെ ജേണിയുണ്ട്. എനിക്ക് ഇന്ന സാധനം ചെയ്യുന്നതാണ് ഇഷ്ടം, ഇത് ചെയ്യുമ്പോഴാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ട് തോന്നുന്നത്, ഞാൻ എന്റെ ഇൻഡിവിജ്വാലിറ്റിയിൽ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ആദ്യം നാടകം കണ്ടുപിടിക്കുന്നത്, അതിൽ നിന്നാണ് പിന്നെ പതുക്കെ സിനിമ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേണി എല്ലാം കോളേജ് എനിക്ക് തന്നതാണ്. കോളേജും എന്റെ ചുറ്റും ആ സമയത്ത് ഉണ്ടായിരുന്ന കൂട്ടുകാരും കോളേജിൽ വെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസും അതിൽ ഞാൻ ആകെ മിസ് ചെയ്ത് പോയത് ഇത് നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകളൊക്കെ ആയിട്ട് പല കോളേജുകളിൽ ഇങ്ങനെ പ്രൊമോഷൻ പരിപാടികളിൽ കയറി ഇറങ്ങുമ്പോഴും ഈ അടുത്തും കൂടെ മഹാരാജാസ് വന്ന് ചെറിയൊരു ഷൂട്ട് ഞാൻ ചെയ്തിരുന്നു. നീലവെളിച്ചത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് മാത്രമേ നാട്ടിലുള്ള കോളേജസുമായിട്ടുള്ളൂ. പക്ഷെ ഈ ചെറിയ ചെറിയ ഇന്ററാക്ഷൻസ്, ചെറിയ ബ്രീഫ് ഇന്ററാക്ഷൻസ് വിത്ത് നാട്ടിലുള്ള കോളേജസ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ വീണ്ടും ഒരു സിനിമയൊക്കെ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനും നിങ്ങളുടെ ഫിലിം ക്ലബ് ഇനോഗ്രേഷനും ഒക്കെ ആയിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഇത്തിരി നേരം എന്ന് പറയുന്ന സിനിമ ഞങ്ങള് മൂന്നുപേരും, സ്പീക്കിംഗ് ഫോർ ഓൾ ത്രീ ഓഫ് ദം, പക്ഷേ ഓൾസോ പേഴ്സണലി എനിക്ക് ആ സമയത്ത് ഏകദേശം ഒരു ക്ലെൻസിങ് പോലെയായിരുന്നു. ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളെക്കാട്ടിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സിനിമ, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള റീസൺസിന് വേണ്ടി സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അതിലേക്ക് മാത്രം പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാർ. ജിയോ ബേബി ചേട്ടൻ വഴിയാണ് ആദ്യം ഈ പ്രോജക്റ്റിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ യാതൊരു രീതിയിലും ഒരു കൊമേഴ്ഷ്യൽ ക്ലെയിം ഇല്ലാത്ത, എന്നാൽ ബൈ ഇറ്റ് സെൽഫ് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും ഭയങ്കര രസമായിട്ടുള്ള ഒരു ഒറിജിനൽ കോൺസെപ്റ്റും രസമുള്ളൊരു സ്റ്റോറി ലൈനും കുറച്ച് ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സിനിമ. അപ്പൊ അത് കയറി അങ്ങ് പിടിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ്. അതിന്റെ എല്ലാ ഇടയിൽ നിന്നും ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് പോകാനും ഇപ്പോഴും പോസ്റ്ററൊക്കെ എത്തി ഇതിൽ നേരം സിനിമ. ഇപ്പോഴും സിനിമയെ പറ്റി ആലോചിക്കുമ്പം അതിൽ ഏറ്റവും നല്ല മെമ്മറീസ് മാത്രം തിരിച്ച് മനസ്സിലേക്ക് വരാനുള്ള കാരണം അന്ന് എന്റെ കൂടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിൽ രണ്ടുപേര് മാത്രമേ ഇപ്പോഴും ഉള്ളൂ ഇവിടെ. പക്ഷെ നാച്ചുറലി സിനിമ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് കണ്ടിട്ടുള്ളവരാരും ഇല്ലല്ലോ അല്ലേ ഇവിടെ? താങ്ക്സ്. വർക്കായിരുന്നു പടം. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയായിരിക്കും. ഇതിനകത്ത് അങ്ങനെ